മുന്നിലിരുന്ന് മുഹമ്മദ് റഫി സാഹിബിൻ്റെ പാട്ടുകൾ ഹൃദയം തുറന്നു പാടുന്ന ആ നാടോടിപ്പാട്ടുകാരൻ പഴയൊരു കൗമാര പ്രതിഭയെ തിരയുകയായിരുന്നു ആ സാഹിത്യകാരൻ. മുംബൈ മെഹബൂബ് സ്റ്റുഡിയോയുടെ അകത്തളത്തിലെവിടെയോ കോറസ് പാടാനുള്ള ഊഴം കാത്ത് പരിങ്ങി നിന്ന നിഷ്കളങ്കനായ ആ 18കാരനെ പുറത്ത് കൺസോളിൽ കയ്യും കലാശവുമായി സംഗീത സംവിധായകരായ കല്യാൺജി ആനന്ദജിയുണ്ട്. വോയിസ് ബൂത്തിൽ മായാത്ത പുഞ്ചിരിയുമായി ഗന്ധർവ ഗായകൻ മുഹമ്മദ് റഫി സാഹിബ്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും NSK രാഗപരിചയത്തിലേക്ക് സുസ്വാഗതം. ഞാൻ നിലമ്പൂർ സുനിൽ. വർഷങ്ങൾക്ക് മുൻപ് ഷൊർണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള വൈകുന്നേരത്തെ പാസഞ്ചർ ട്രെയിനിലാണ് ശ്യാംലാലിനെ കണ്ടത്. മുഷിഞ്ഞ കുപ്പായം, ചുമലിലേക്ക് ഒഴുകിക്കിടക്കുന്ന നരകയറിയ മുടി, 7 or 8 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുമുണ്ട് കൂടെ. വഴിക്കുള്ള ഏതോ സ്റ്റേഷനിൽ നിന്ന് കയറിക്കൂടിയതാവണം. വണ്ടി പള്ളിപ്പുറം വിട്ടപ്പോൾ തോളിൽ തൂക്കിയിട്ട ഹാർമോണിയത്തിൻ്റെ കട്ടകളിലൂടെ ചടുല വേഗത്തിൽ വിരലോടിച്ചുകൊണ്ട് അയാൾ കമ്പാർട്ട്മെൻറ്റിൽ കടന്നു വന്നു. ഒപ്പം പരദാ ഹേ പരദാ എന്ന തുണ്ട പൊട്ടുമാറുച്ചത്തിൽ പാടിക്കൊണ്ട് പെൺകുട്ടിയും. സന്ധ്യ മയങ്ങിയിരുന്നതിനാലും ഞായറാഴ്ചയായിരുന്നതിനാലും വണ്ടിയിൽ തീരെ ആളില്ല. മഹഫിൽ ആസ്വദിക്കാൻ കുറേ ഒഴിഞ്ഞ ഇരിപ്പിടങ്ങൾ മാത്രമേയുള്ളൂ. ഇത് തിരിച്ചറിഞ്ഞപ്പോൾ പെൺകുട്ടിയോട് ഉറക്കെ അയാൾ വിളിച്ചു പറഞ്ഞു, ചുപ്പ് കോയി നഹി ഹേ യഹാം. സിച്ചിട്ട പോലെ പാട്ട് നിർത്തുന്ന ചപ്ര തലമുടിക്കാരിയായ ആ ബാലിക. കാലപ്പഴക്കത്താൽ കട്ടകൾ പലതും കൊഴിഞ്ഞു പോയിരുന്ന ഹാർമോണിയം ജനാലക്കരികിലേക്ക് നീക്കിവെച്ച് സീറ്റിൽ ചമ്രം പടിഞ്ഞിരുന്നു ശ്യാംലാൽ. തൊട്ടരികെ കയ്യിലെ കുപ്പിവളകളിൽ കൗതുകത്തോടെ തിരിപ്പിടിച്ചുകൊണ്ട് ആ പെൺകുട്ടിയും. ക്ഷീണിതരായിരുന്നു ഇരുവരും. മുന്നിലെ സീറ്റിൽ പുസ്തകവായനയിൽ മുഴുകിയിരുന്ന സാഹിത്യകാരനായ ആ യുവാവിനെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇടയ്ക്കെപ്പോഴോ ഇഴഞ്ഞു നീങ്ങുന്ന വണ്ടിയുടെ മുരൾച്ചയ്ക്ക് മുകളിലൂടെ അയാളുടെ ശബ്ദം കാതിൽ വന്നു പതിച്ചപ്പോഴാണ് ഞെട്ടി തലയുയർത്ത് നോക്കിയത്. എൻ്റെ കയ്യിലിരുന്ന പുസ്തകത്തിൻ്റെ പുറംചട്ടയിലേക്ക് ചൂണ്ടിക്കൊണ്ട് ശ്യാംലാൽ ഉറക്കെ വിളിച്ചു പറയുകയായിരുന്നു, ഉസ്താദ്, ഓഹേ ഹമാര ഉസ്താദ്. മുഹമ്മദ് റഫിയുടെ തിരഞ്ഞെടുത്ത 100ഓളം പാട്ടുകൾ ഉൾക്കൊള്ളിച്ച ഒരു പുസ്തകമായിരുന്നു അത്. കവറിൽ റഫി സാഹിബിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം ഒന്ന് കണ്ടോട്ടെ എന്ന അപേക്ഷയോടെ ആ പാട്ടുപുസ്തകം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി കൗതുകത്തോടെ മറിച്ചു നോക്കിക്കൊണ്ടേയിരുന്നു അയാൾ. അത്ഭുതം തോന്നിയില്ല. ജീവിക്കാൻ വേണ്ടി റഫി സാഹിബിൻ്റെ പാട്ടുകൾക്കൊപ്പം സദാസമയം സഞ്ചരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ആ മഹാഗായകനെ നമിക്കാതിരിക്കാനാവും? പക്ഷേ പിന്നീടാണ് ആ ആരാധനയ്ക്ക് മുന്നിൽ ഹൃദയസ്പർശിയായ ഒരു അനുഭവകഥ കൂടിയുണ്ടെന്ന് മനസ്സിലായത്. ആവശ്യപ്പെടാതെ തന്നെ ശ്യാംലാൽ തൻ്റെ കഥ ആ സാഹിത്യകാരന് മുന്നിൽ തുറന്നു വയ്ക്കുകയായിരുന്നു. മുംബൈ അന്ധേരിയിലെ തകരം പാകിയ കൊച്ചുകൂരയിലായിരുന്നു ശ്യാംലാലിൻ്റെ ബാല്യകൗമാരങ്ങൾ. ഉത്തർപ്രദേശിൽ നിന്നും ജോലി തേടി മുംബൈയിൽ കുടിയേറിയ ഗ്രാമീണ കുടുംബത്തിലെ അംഗമായിരുന്നു ശ്യാംലാൽ. അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു. സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റായ അച്ഛൻ്റെ അനിയൻ്റെ സംരക്ഷണത്തിലാണ് ജീവിതം. അമ്മയെ അയാൾ 2ാമത് വിവാഹം ചെയ്തു. ഒരു തീപിടുത്തം ചിത്രീകരിക്കുന്നതിനിടെ ചെറിയച്ഛന് പൊള്ളലേറ്റു. ദീർഘകാലം ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നതോടുകൂടി സിനിമയിൽ നിന്നുള്ള വരുമാനം തീരെ കുറഞ്ഞു. ശ്യാംലാലിൻ്റെ വീട് പട്ടിണിയിൽ നിന്നും മുഴുപ്പട്ടിണിയിലേക്ക് വഴുതി വീഴാൻ അധിക കാലതാമസമുണ്ടായില്ല. ഒരേ ഒരു ജ്യേഷ്ഠൻ സമീപത്തുള്ള മില്ലിൽ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന തുച്ഛമായ വരുമാനമായിരുന്നു അവരുടെ കുടുംബത്തിൻ്റെ ആകെത്തുക. വീട്ടുകാർ എത്ര നിർബന്ധിച്ചിട്ടും സമപ്രായക്കാരായ കുട്ടികളെപ്പോലെ പാട്ട പെറുക്കാനും ഷൂ പോളിഷ് ചെയ്യാനുമൊന്നും സ്വപ്നജീവിയായ ശ്യാംലാൽ തയ്യാറായില്ല. പകരം പാട്ടുപാടി നടന്നു. റഫി സാഹിബിൻ്റെയും ലതാജിയുടെയും കിഷോർ കുമാർ സാറിൻ്റെയും എല്ലാം പാട്ടുകൾ. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് അന്നൊരു ശക്തമായ സംഘടനയുണ്ട് ബോളിവുഡിൽ. ആ സംഘടനയിലെ സുഹൃത്തുക്കൾ വഴി ശ്യാംലാലിനെ കോറസ് ഗായകരുടെ സംഘടനയിൽ അംഗമാക്കാൻ
ചെറിയച്ഛൻ ശ്രമിച്ചു. പക്ഷേ അന്നതത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പിടിയിലായിരുന്നു ആ സംഘടന. മറാഠികളെ മാത്രമേ അവർ കൂട്ടത്തിൽ കൂട്ടൂ. എന്നിട്ടും തോറ്റുകൊടുക്കാൻ ശ്യാംലാൽ തയ്യാറായിരുന്നില്ല. നിരന്തര ശ്രമത്തിനൊടുവിൽ ഒരു സുഹൃത്ത് വഴി കോറസ് പാടാൻ അവസരം നേടിയെടുത്തു. അങ്ങനെ മുംബൈയിലെ മെഹബൂബ് സ്റ്റുഡിയോയിൽ എത്തി. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാഴ്ചയാണ് ശ്യാംലാൽ അവിടെ കണ്ടത്. ഈശ്വരനെ പോലെ കരുതിയിരുന്ന റഫി സാഹബ് തൊട്ടുമുന്നിൽ, കൈയെത്തും ദൂരെ. റഫി സാഹിബിൻ്റെ കൂടെയാണ് പാടേണ്ടത്. ഒരു സംഘഗാനമാണ്. ഫരിഷ്ത യാ ഖത്തിൽ എന്നതാണ് പടത്തിൻ്റെ പേര്. അരേ ബാത്തോം കെ ഹം ബാദുഷ എന്നതാണ് ഗാനം. പക്ഷേ ആ ആഹ്ലാദവും ആവേശവും അധികം നീണ്ടില്ല. റിഹേഴ്സലിന് ചെന്ന പയ്യനെ കണ്ടപ്പോൾ കോറസ് പാടാൻ നിന്നവരുടെ മുഖം ചുളിഞ്ഞു. എല്ലാവരുടെയും മുഖത്ത് ഇവൻ ആരടാ, ഞങ്ങളുടെ അന്നം മുടക്കാൻ വന്നവനെന്ന ഭാവം. സ്വന്തം സംഘടനയിലെ അംഗമല്ല എന്നറിഞ്ഞതോടെ ഗായകന്മാർ ഒന്നടങ്കം ശ്യാമിനെതിരെ തിരയുന്നു. എന്തു വന്നാലും പാടാൻ സമ്മതിക്കില്ല എന്നായി അവർ. പാടിയേ അടങ്ങുമെന്ന് കണ്ണീരോടെ ശ്യാമും ഒച്ചപ്പാടും ബഹളവുമായി. ആ ശബ്ദകോലാഹലം കേട്ടിട്ട് റാഫി സാഹിബ് അകത്തേക്ക് കടന്നു വന്നു. സകലരും നിശബ്ദരായി. തൂവെള്ള ഷർട്ടും പാൻസുമായിരുന്നു സാഹിബിൻ്റെ വേഷം. ആ ദുഃഖപൂർണമായ വേളയിലും ശ്യാംലാൽ എന്ന ആ കുഞ്ഞു ഗായകൻ ഗന്ധർവ ഗായകനെ അത്ഭുതത്തോടെ നോക്കി നിന്നു. തനിക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാമോ എന്ന് ശ്യാംലാൽ ചിന്തിച്ചു. ഒരു മായിക ലോകത്തിലെത്തിയതുപോലെയാണ് ശ്യാംലാലിന് തോന്നിയത്. ഇതിനിടയിൽ ഗായകരിൽ നിന്നും വഴക്കിൻ്റെ കാരണം റഫി സാഹിബ് ചോദിച്ചറിഞ്ഞു. കൗമാരക്കാരനായ ശ്യാംലാലിനെ അടുത്തേക്ക് വിളിച്ചു. ശ്യാമിൻ്റെ കരഞ്ഞു കലങ്ങിയ കുഞ്ഞുമുഖം കണ്ടപ്പോൾ റഫി സാഹിബിന് അലിവ് തോന്നി. എന്തായാലും വന്നില്ലേ, ഇന്ന് ഇയാൾ കൂടി പാടട്ടെ എന്ന് റഫി സാഹിബ് പറഞ്ഞു. ഗന്ധർവഗായകൻ റഫി സാഹിബിൻ്റെ വാക്കുകളെ ധിക്കരിക്കാൻ കോറസ് ഗായകർക്ക് കഴിയില്ലല്ലോ. അങ്ങനെ ആദ്യമായും അവസാനമായും ശ്യാംലാൽ ഒരു പാട്ടിന് കോറസ് പാടി. പാടിത്തീർന്നപ്പോൾ റഫി സാഹിബ് കോറസ് ഗായകർക്ക് നേരെ തിരിഞ്ഞു, കൈകൂപ്പി ഓരോരുത്തരോടായി നന്ദി പറഞ്ഞു. കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞവനായിരുന്നല്ലോ ശ്യാംലാൽ. ശ്യാംലാലിൻ്റെ അടുത്ത് ചെന്ന് ചേർത്ത് പിടിച്ചു. ആ നെറുകയിൽ ഉമ്മ വെച്ചുകൊണ്ട് റാഫി സാഹിബ് പറഞ്ഞു, കോറസ് മാത്രം പാടി നടന്നാൽ പോരാ, ഒറ്റയ്ക്കുള്ള പാട്ടുകളും പാടണം എന്ന് സ്നേഹപൂർവ്വം ഉപദേശിച്ചു. കാറിൽ കയറി പോകുന്നതുവരെ റാഫി സാഹിബിനെ ശ്യാംലാലിൻ്റെ നനവാർന്ന കണ്ണുകൾ പിന്തുടർന്നു. താൻ കണ്ടത് കിനാവാണോ എന്ന് ശ്യാമിന് സംശയം തോന്നി. സ്വയം വിശ്വസിപ്പിക്കാൻ വേണ്ടി തൻ്റെ കൈകളിൽ നുള്ളി നോക്കി. റാഫി സാഹിബ് പോയിക്കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം ശ്യാം സ്റ്റുഡിയോയിൽ വീണ്ടും പാടാൻ ചെന്നു. പക്ഷേ കോറസ് ഗായകർ ശ്യാമിനെ അകത്ത് കയറ്റിയില്ല. എത്ര ശ്രമിച്ചിട്ടും യൂണിയനിൽ അംഗമാക്കിയതുമില്ല. അതോടുകൂടി തൻ്റെ ജീവിതം വഴിമുട്ടിയതായിട്ട് ശ്യാമിന് തോന്നി. ആ സമയത്ത് പകർച്ചവ്യാധി പിടിപെട്ട് മുംബൈയിൽ ധാരാളം ആളുകൾ മരിച്ചുപോയി. ആ കൂട്ടത്തിൽ ശ്യാമിൻ്റെ ചെറിയച്ഛനും അമ്മയും മരിച്ചു. ഇതിനോടകം ജ്യേഷ്ഠൻ വിവാഹം കഴിച്ച് ഉത്തർപ്രദേശിലേക്ക് തിരിച്ചുപോയി. തങ്ങളുടെ താൽക്കാലികമായ വീട് പുറമ്പോക്കിലായിരുന്നതിനാൽ ആരും താമസിക്കാതെ ആയപ്പോൾ ആ വീട് നഷ്ടപ്പെട്ടു. അങ്ങനെ ഗതികെട്ട് കുറേ ദിവസം ഹാർമോണിയവുമായി മുംബൈയിൽ കൂടെ ശ്യാംലാൽ അലഞ്ഞു. അവസാനം വണ്ടി കയറിയെത്തുന്നത് ഷൊർണൂരിലാണ്. വിശപ്പകറ്റാൻ വേണ്ടി അന്ന് തുടങ്ങിയ പാട്ടാണ് അത്. ഇപ്പോഴും തുടരുന്നു. രാവും പകലും ഒന്നില്ലാതെ യാത്രകൾക്കിടയിൽ ഒരു സന്ധ്യയ്ക്ക് തിരുപ്പൂരിൽ നിന്ന് വീണ് കിട്ടിയതാണ് ഒപ്പമുള്ള പെൺകുട്ടിയെ. നാടും വീടും ഏതെന്നറിയില്ല. കാണുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു മൂലയിൽ ഒറ്റയ്ക്കിരുന്ന് കരയുകയായിരുന്നു ആ കുഞ്ഞ്. വിളിക്കാതെ തന്നെ ആ കുഞ്ഞുമോൾ ശ്യാമിൻ്റെ കൂടെ കൂടി. അന്ന് തുടങ്ങിയതാണ് അവർ ഒന്നിച്ചുള്ള ഈ പാട്ട് യാത്ര. റഫി സാഹിബിനെ കണ്ടതിന് ശേഷം പിന്നീട് റഫി സാഹിബിൻ്റെ പാട്ടുകൾ മാത്രമാണ് ശ്യാംലാൽ പാടിയിട്ടുള്ളത്. ആളുകൾക്കും ഏറെ ഇഷ്ടം ആ പാട്ടുകൾ തന്നെ. കോഴിക്കോട്,
തിരൂർ, തലശ്ശേരി എന്നീ ഭാഗങ്ങളെല്ലാം ആളുകൾ അടുത്ത് വിളിച്ചിരുത്തി ശ്യാംലാലിനെ കൊണ്ട് ഇഷ്ടഗാനങ്ങൾ പാടിക്കും. ഓ ദുനിയാ കേ രഖ്വാലേ ബഹാരോ ഫൂൽ ബरसावो मेरा महबूब आया है क्या हुआ तेरा वादा सुहानी रात डल चुकी जो वादा किया वो निभाना पड़ेगा निभाना पड़ेगा. മുംബൈയിലേക്ക് പിന്നെ പോയതേയില്ല. കാരണം റഫി സാഹബ് ഇല്ലാത്ത മുംബൈ ശ്യാമിന് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ജന്മനാടായ ഉത്തർപ്രദേശിലേക്ക് പോവാമെന്ന് ആദ്യം കരുതി. പക്ഷേ അപ്പോഴേക്കും ശ്യാമിൻ്റെ ജ്യേഷ്ഠൻ അവിടെ നല്ലൊരു പണക്കാരനായി മാറിയിരുന്നു. അത്രയും നന്നായി ജീവിക്കുന്ന ജ്യേഷ്ഠൻ്റെ അടുത്ത് പ്രാകൃത വേഷത്തിൽ ചെന്ന് ജ്യേഷ്ഠൻ്റെ ജീവിതത്തിന് സ്വൈര്യം കെടുത്തണ്ടല്ലോ എന്ന് ശ്യാം വിചാരിച്ചു. അങ്ങനെ പാട്ടുപാടി ഈ യാത്ര തുടർന്നു. എന്തൊക്കെയോ പിറുപിറുത്ത് കമ്പാർട്ട്മെൻറ്റിൻ്റെ ജനാലയ്ക്കരികിൽ ഇരുന്ന ശ്യാംലാലിനോട് ആ സാഹിത്യകാരൻ ചോദിച്ചു, റാഫി സാഹിബിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടാമോ എന്ന്. ഒരു മടിയുമില്ലാതെ അയാൾ പാടി. ബഡി ദൂർ സേ ആയേ ഹേ പ്യാർ കാ തോഫ ലായേ ഹേ. ആ ഗാനവീചികൾ ട്രെയിനിൻ്റെ ശബ്ദത്തിൽ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതായിക്കൊണ്ടേയിരുന്നു.